ഹായ്. അപ്പോൾ നമ്മൾ മായാറിന്ന് തിരിച്ചു വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. തിരിച്ചു പോരുമ്പോഴാണ് നമ്മൾക്ക് ശരിക്കും നല്ല ഒരു സന്തോഷമായത് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് കാണാം. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് കണ്ടാലോ? ഓക്കെ. മായാർക്ക് പോണ മായാർ ഡാം ഇട്ടില്ല കേട്ടോ. അതാ തലക്കിൽ കാണുന്നുണ്ടോ? അതാണ് മായാർ ഡാം. ഈ പവർ ഹൗസൊക്കെ കേട്ടോ. നല്ല ഭംഗിയാണ്. എപ്പോഴും കാറ്റായിരിക്കും. ഞങ്ങൾ അന്ന് വരുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഇവിടെ നല്ല കാറ്റ്, ഒരു ശാന്തമായ ഏരിയയാണ്. കണ്ടില്ലേ? ഇതുണ്ടോ? അത് കാണുന്നതാണ് മായാർ പവർ ഹൗസ്. അവിടെയാണ് ഡാം കേട്ടോ. കണ്ടില്ലേ? അതിൽ ആ മലകൾ നോക്കാം. അതിൽ ഇവിടെയൊക്കെ കള്ളിൻ്റെ ചെടികളാണ് കേട്ടോ. അധികം കള്ളിമുള്ളിൻ്റെ ചെടികൾ, മസ്നഗുടി. ഇത് ചെടികളൊക്കെ ഒരു ഡിഫറെൻ്റാണ്. ഇതുണ്ടോ നമ്മള് മയില് അജ്ജ് ഹലോ എന്ന് വിളിച്ചാൽ അത് വരുമോ? ഉണ്ടോ? അങ്ങോട്ടൊക്കെ കുരങ്ങിൻ്റെ കയ്യിൽ അല്ലാ, മൂപ്പര കയ്യിൽ എന്തോ ഐസ്ക്രീം ബോട്ടിലാണ്. മങ്കി 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 മങ്കി. ആ, സിംഹവാലനൊക്കെ ഉണ്ട്. എന്താ ഇത് കണ്ടോ? എന്തോ പറിച്ച് തിന്നാണ്. ചെറിയ എന്തോ ഒരു വിത്താണ് കേട്ടോ. അതേമാതിരി മൂപ്പര് കയറി ഇരിക്കണേ അതിലെന്തോ പഴം പറിച്ച് കഴിക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ടുണ്ട്. ഇതാ ഇവിടെയൊക്കെ നിറയെ ഉണ്ട്. ഈ കറുപ്പ് കളർ ഇതിലെ എന്താണ് അതിന്റെ പേരെന്താന്ന് അറിയാം. അല്ല അതൊക്കെ കാണണ്ട. എന്താണ് അതിന്റെ പേരെന്ന് അറിയുന്നില്ല. അത് ഒരു കലമാനില്ലേ? ഭയങ്കര വലുപ്പാണത്. എത്ര മാനം വലുപ്പം നോക്കി. അത് കുതിരന്റെ എത്രയൊക്കെ ഉണ്ടാവും വലുത്. കിട്ടണ്ടോ? കുഴപ്പമില്ല, ഫുള്ളാണ്ട് കിട്ടൂല. നല്ല ദൂരം വീഡിയോ ഇട്ടോണ്ടി. ഇതുണ്ടോ? തിരിയണോ? ബാക്കിൽ വല്ലതും ഉണ്ടോ? ഇങ്ങനെ തിരിയണോ? ഇതൊക്കെ ഈബിന്റെ കോട്ടേഴ്സുകളാ. ചെറിയ ഈബി കോട്ടേഴ്സുകളും അധികം. ഇവിടെ ഡാമുകൾ ഒരു ഏരിയയാണ് കേട്ടോ. മായാർ ഡാം, പിന്നെ മരവക്കണ്ടി ഡാം, പിന്നെ ഏതാണുള്ളത് ചെറിയ സിംഗാറോ ഡാം. ഇതൊക്കെ ഈ ഭാഗത്താണ്. ഇല്ലല്ലേ? ഡാമുകൾ ഒരു ഏരിയയാണ്. പക്ഷെ നല്ല ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ തലമുറ ഞാൻ പറഞ്ഞത്. ഇതിലല്ലേ കുട്ടികൾ ഞങ്ങളെ സ്കൂളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഇത്. എന്നിട്ട് കുട്ടികൾ അതിലിങ്ങനെ തൂങ്ങൂഞ്ഞാലാടും. ആ കടയിൽ പോയിട്ട് നമുക്ക് ചായ കുടിക്കാം. സമയം 4 മണിയാകാനായി. ചെറിയ
പേഴ്സ് എടുക്കാൻ മറന്നു, അപ്പോൾ എടുത്തിട്ട് വരാറിന് പോവാണ്. ഹലോ, ആന ഫാമിലിയോടെയാണ് കേട്ടോ. കാട്ടാനകളാണേ. ഇത് അടുത്ത് തന്നെയാണ്, ചെറിയ കുഴപ്പമില്ല. ഇത് എലിഫന്റ് ക്യാമ്പാണ് കേട്ടോ. വേണ്ട ചെറി കണ്ടിയില്ല ഇനി എന്താന്. എലിഫന്റ് ക്യാമ്പ് മുതുമലൈ. തെപ്പക്കാടെത്തി, തിരിച്ച് തെപ്പക്കാട്. ഇത് കണ്ടോ ആന. കുംകിയാനയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആനകളൊക്കെ, 2 എണ്ണം ഉണ്ട്. അതാ ഒന്നിതാ. തപ്പക്കാട് കഴിഞ്ഞ് തുറപ്പള്ളിലെത്തിട്ടോ. ഇത് നമ്മൾ ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന കടയാണ് കേട്ടോ. ഇവിടുത്തെ നമ്മൾ കുറച്ച് ചിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. പൊട്ടറ്റോ ചിപ്സും ബനാന ചിപ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 7 മുറ എത്തിയിട്ടോ. നമ്മളെ ഭാഗം എടുത്തെത്താനായി തുടങ്ങി. അതാണ് ജയകുമാരേട്ടൻ്റെ. അങ്ങനെ മസിനക്കൊടി വഴി മായാറൊക്കെ പോയി നമ്മളെ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അതിൽ പോയി ഗേറ്റ് തുറക്കും. ഇതൊരു ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ. അതിൻ്റേതായ ആ ഒരു ക്ലാസിക് ലുക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രത്യേക ഡിസൈനൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് കളറ് കാര്യങ്ങളൊന്നും ചേർക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു അതേ തീമിൽ നമ്മൾ കളറുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ ചെയ്ത ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ് ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ ബ്രൗണിയൊക്കെ നമ്മളടുത്ത് നിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ അവർക്ക് കളറ് കാര്യങ്ങളൊന്നും ചേർക്കാതെയാണ് കേക്ക് വേണ്ടത് എന്നുള്ളത് എപ്പോഴും പറയും. അപ്പോൾ അവർക്ക് ഇതും അതുപോലെ മതി പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ്. നട്ട്സും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ട് കാരമൽ ചെയ്തേ. 1/2 kg ബട്ടർ സ്കോച്ച് കേക്കാണിത്. കൃഷുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്.